ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 14,60,000 രൂപ ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്ന സെൽറ്റോസിലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള HTE ഓപ്ഷണൽ വേരിയന്റ് ആണിത്. സെൽറ്റോസിൽ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും കൂടിയാണ് HTE ഓപ്ഷണൽ വേരിയന്റ്. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് HTE ഓപ്ഷനിലാണ്. അത് ഓട്ടോമാറ്റിക്കിലെ ബേസ് വേരിയന്റും ഈ HTE ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഇതിന് തൊട്ട് താഴെ HTE എന്ന് പറയുന്ന ഒരു വേരിയന്റ് അവൈലബിൾ ആണ്. ആ വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റും ഈ സെക്കൻഡ് വേരിയന്റും തമ്മിലുള്ള പ്രൈസ് കമ്പാരിസണും കൂടി നോക്കാം. അതുപോലെ തന്നെ 14,60,000 രൂപ പ്രൈസിന് ഈ വാഹനം വെർത്താണോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ കിയ സെൽറ്റോസിലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള HTE ഓപ്ഷണൽ വേരിയന്റ് ആണിത്. സെൽറ്റോസിൽ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് ആണ് ഈ സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള HTE ഓപ്ഷണൽ. കാരണം ഓട്ടോമാറ്റിക് പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയന്റ് മുതലാണ്. ഇപ്പോൾ 15 ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു കാർ നോക്കുന്നവർ ഒരു 80% ആളുകളും ഓട്ടോമാറ്റിക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വേരിയന്റിന് ഇത്രയും ബുക്കിങ്ങും അല്ലെങ്കിൽ എൻക്വയറീസും ലഭിക്കാനുള്ള കാരണം. ഇപ്പം നമ്മളുടെ ചാനലിലാണെങ്കിലും ഈ ഒരു വാഹനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിലെ വാഹനങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ചധികം റിക്വസ്റ്റുകൾ വന്നിരുന്നു. ഇനിയും ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെൽറ്റോസിന്റെ ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ എക്സാക്ട് സിമിലർ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. എക്സ്പെക്ട് GT ലൈനിന്റെ ബെമ്പർ കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റെല്ലാ വേരിയന്റുകൾക്കും ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. ഇപ്പൊ ടോപ്പ് എൻഡിന്റെ ഒക്കെ ഓൾമോസ്റ്റ് ഒരു ലുക്ക് തരുന്ന അല്ലെങ്കിൽ ഒരു മിഡ് വേരിയന്റ് ഒക്കെ ലുക്ക് തരുന്ന ഒരു വേരിയന്റ് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ HTE ഓപ്ഷണൽ വേരിയന്റ്. ഇപ്പൊ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ടൈഗർ നോസ് ഗ്രില്ലും ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വന്നിട്ട് അപാര റോഡ് പ്രസൻസ് ആണ്. ഇപ്പോൾ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും അഗ്രസീവ് ലുക്കിംഗ് വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് സെൽറ്റോസിന്റെ ഈ ഒരു 2026 എഡിഷനെ പറയാം. ഫ്രണ്ടിൽ നമുക്ക് ആ ടൈഗർ നോസ് ഗ്രില്ല് കാണാം. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്ലോട്ടായിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് ബേസ് വേരിയന്റോടെ വരുന്നുണ്ട്. അതിന് താഴെ നമുക്ക് ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. വശങ്ങളിൽ ആ ഡ്യുവൽ DRLും കൊടുത്തിട്ടുണ്ട്. DRL എല്ലാം നമുക്ക് ബേസ് വേരിയന്റോടെ കാണാം. താഴേക്ക് വരുമ്പോൾ നമുക്ക് സിൽവർ ഫിനിഷ് സ്ട്രിപ്പ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ആ പോർഷൻ നമുക്ക് വേണ്ടി ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിലെ ബെമ്പറിന്റെ പോർഷൻസ് കാര്യങ്ങളെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. വേറെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് ആണെങ്കിലും സെക്കൻഡ് വേരിയന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു തേർഡ് വേരിയന്റ് വരെയൊക്കെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. 190 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് പുതിയ സെൽറ്റോസ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം വീൽ ബേസ് മാത്രമേ ഈ വാഹനത്തിന് 2690 mm ഉണ്ട്. ലെങ്ത് നോക്കുകയാണെങ്കിൽ 4460 mm വിഡ്ത്ത് 1830 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സെഗ്മെന്റിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കാറാണ് നമ്മളുടെ സെൽറ്റോസ്. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 205, 65 or 16 ആണ്. അതിനൊരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് കിയയുടെ ലോഗോ കാണാം. അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് വരുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. വശങ്ങളെല്ലാം നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കും. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. മിറർ ഓട്ടോ ഫോൾഡിങ്ങിന്റെ ഓപ്ഷൻ വരുന്നില്ല, മാനുവൽ ഫോൾഡിംഗ് ആണ്. പക്ഷേ ഓട്ടോ കൺട്രോളിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ B പില്ലറും C പില്ലറും ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഈ ഫുൾ ബ്ലാക്ക് വാഹനത്തിന് ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് സിൽവർ ഫിനിഷ് വരുന്നത്. അതും കൂടി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറും. ടോപ്പിൽ നമുക്ക് ഈ സെക്കൻഡ് വേരിയന്റിൽ റൂഫ് റെയിൽസ് വരുന്നുണ്ട്. സൺ റൂഫ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ബാക്കിൽ ഷാഫിൻ ആന്റിന കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് ബാക്കിലേക്ക് വരുന്തോറും അങ്ങനെ വലുതായി നമ്മളുടെ സ്പോയിലറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഒരു ട്രിപ്പിൾ ലെയർ ആയിട്ടുള്ള സ്പോയിലർ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിൽ കണക്റ്റഡ് ടെയിലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൽറ്റോസിലെ കണക്റ്റഡ് ടെയിലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ ഒരു സെക്കൻഡ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റിൽ കണക്റ്റഡ് ടൈലൈറ്റ് വരുന്നില്ല. നമുക്ക് ബാക്കിൽ പ്ലെയിൻ ഗ്ലാസുകളാണ്. വൈപ്പർ വാഷർ D4 ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാഡ്ജിങ് കാണാം. സെൽറ്റോസ് തന്നെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് കാണാം. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. നമുക്ക് ബാക്കിലേക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് ഈ ഒരു സെക്കൻഡ് വേരിയന്റിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്.
അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. പഴയ സെൽറ്റോസിലൊക്കെ 60/40 സ്പ്ലിറ്റ് സീറ്റൊക്കെ കിട്ടണമെങ്കിൽ ഒരു മിഡ് വേരിയൻറ്റ് HTK ഓപ്ഷനൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് വേരിയൻറ്റോട്ട് വരുന്നുണ്ട്. പാഴ്സൽറ്റർ വരുന്നില്ല. അത് നമുക്ക് ആക്സസറീഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് വേരിയൻറ്റിലേ വരുന്നുണ്ട്. സ്പെയർ വീല് നമുക്ക് അവൈലബിൾ ആണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 446 ലിറ്ററാണ്, 433 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. പക്ഷേ അതിനകത്ത് ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡുവൽ ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കാണാം. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ സെക്കൻഡ് വേരിയന്റിൽ ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. ഒരു സെമി ലെതറിഡ് സീറ്റ് എന്ന് പറയാം. ഈ ഒരു സെൻറ്റർ പോർഷൻ തൊട്ട് ലെതർ ഫിനിഷും ടോപ്പിലേക്ക് ഫാബ്രിക് ഫിനിഷുമാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. നമുക്ക് ഇവിടെ ഹിൽ ഡിസൈൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴെയായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. സെൽറ്റോസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് സെൽറ്റോസിൽ വരുന്നത്. അതിൻ്റെ ലേഔട്ട് ആണെങ്കിൽ ട്രിപ്പിൾ ലേഔട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ ബ്ലാക്ക് ഫിനിഷ്, നടുക്കൊരു ഗ്രേ ഫിനിഷ്, താഴെ വീണ്ടും ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. ഇതിനകത്തേക്ക് കയറിയിരുന്ന ആരും ഇതൊരു ഓട്ടോമാറ്റിക് ബേസ് വേരിയൻ്റ് ആണെന്നോ സെക്കൻഡ് വേരിയൻ്റ് ആണെന്നോ പറയില്ല. ഒരു മിഡ് വേരിയൻ്റൊക്കെ ഒരു ലുക്കാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ളി ഫങ്ഷണലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും, വലതുവശത്ത് നമുക്ക് നമ്മളുടെ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. കീയുടെ ലോഗോ കാണാം. നമുക്ക് താഴത്തെ പോർഷനിൽ ഒരു സിൽവർ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇടതുവശമായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. സ്റ്റിയറിംഗ് വീലും നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TPMS, ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇതിനകത്തേക്ക് കയറിയിരുന്ന് നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണെന്ന് ഫീൽ ചെയ്യുക. അത്രയ്ക്ക് ക്വയറ്റ് ആൻഡ് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. Android Auto, Apple CarPlay വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പാർക്കിംഗ് സെൻസേഴ്സും അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു സ്ക്രീൻ തന്നെ പറയേണ്ടി വരും. Android Auto, Apple CarPlay ഒക്കെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. താഴേക്ക് വന്ന ഹസാർഡ് ലൈറ്റ്, മാനുവൽ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബട്ടണുകളാണെന്ന് നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു HTX വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സെൽറ്റോസിൽ വരുന്നത്. താഴെ നമുക്ക് Type-C ചാർജിങ് പോർട്ടുകൾ 3 എണ്ണം കാണാൻ പറ്റും. ഒന്ന് ചാർജിങ് പോർട്ട്, 2 Type-C ചാർജിങ് പോർട്ടും ഒന്ന് ഒരു USB കണക്ട്, അതായത് നമ്മുടെ ക്ലസ്റ്ററിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണ് വരുന്നത്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. ആ ഗിയർ ലെവലിന് ചുറ്റുമെല്ലാം ലെതറിഡ് ഫിനിഷ് കാണാം. ഇവിടെ നമ്മളുടെ ക്യാമറ ആക്സസ് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. സോഫ്റ്റാണ് മോള് വശം. അതിനകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഇതിനകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് നാം പറഞ്ഞ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് LED ആയിട്ടാണ്. നമുക്ക് ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. ഇപ്പോൾ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ട് ഗ്ലോ ബോക്സാണ്. കൂൾഡ് ഫീച്ചർ ലൈറ്റ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിപ്പമുള്ള ഡോറുകളാണ്. ഡോർ പാഡിൽ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഇവിടെയെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. അകത്ത് ഡോർ ഹാൻഡിൽസും അതിലാണ് വരുന്നത്. നമ്മുടെ സൺ ബ്ലൈൻഡ്സ് ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് സീറ്റിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ Type-C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. AC വെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബോട്ടിൽ നമ്മളുടെ മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കാണാം. നമുക്ക് ബാക്കിലെ സീറ്റും ഒരു സെമി ലെതറിഡ് സീറ്റുകൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു എന്താ ബ്ലൂയിഷ് ഫിനിഷ് കാര്യങ്ങൾ കാണാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്.
അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. അത് സോഫ്റ്റ് ടച്ച് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. അല്ല നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. സീറ്റിൻ്റെ ബാക്കറ്റ് ഒരു സീറ്റ് പോക്കറ്റ്സും സീറ്റിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം. മിസ്സിംഗ് ആയിട്ട് തോന്നുന്നു ബാക്കിലെ പാർസൽ ട്രേ മാത്രമാണ്. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് സെൻട്രൽ മൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് LED ആയിട്ടാണ് വരുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റ് ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് തന്നെ നമുക്ക് സെൽറ്റോസിൻ്റെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും. സെൽറ്റോസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറാണ് പുതിയ സെൽറ്റോസ്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൻ കൺട്രോൾ പോലെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അല്ലെങ്കിൽ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇനി ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്ന എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് HTE ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ടിട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് 4 സിലിണ്ടർ. 114 HP പവറും 144 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IMT ഗിയർ ബോക്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ IVT ആണ് ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു 1.5 ഡീസലാണ്. നമ്മൾ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള കിയയുടെ കാറുകളൊക്കെ കണ്ടുവന്ന സെയിം ഡീസൽ എഞ്ചിൻ. 115 HP പവറും 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. മൈലേജ് നോക്കുകയാണെങ്കിൽ 19.4 ARI സർട്ടിഫൈ ചെയ്യുന്ന മൈലേജ്. ഒരു 15-16 ഡീസലിന് എക്സ്പെക്ട് ചെയ്യാം. പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ 17.7 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 13-14 ഇടയ്ക്ക് ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓപ്പനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 1.5 ടർബോ പെട്രോൾ അവൈലബിൾ ആണ്. 158 HP പവറും 253 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ നല്ല പവർഫുള്ളായിട്ട് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. വിത്ത് 7 സ്പീഡ് DCT. 17.9 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഒരു 12-13 ഡീസൻ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സെൽറ്റോസിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് HTE വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റ്. പെട്രോൾ മാനുവൽ 10,99,000 രൂപയാണ് നമുക്ക് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,29,000 രൂപ. ഡീസലാണെങ്കിൽ 12,59 എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,21,000 രൂപ. ഇതാണ് ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന HTE ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. ഈ വാഹനം നിങ്ങൾക്ക് പെട്രോൾ മാനുവൽ 14,60,000 രൂപ. നിങ്ങളീ കാണുന്ന വാഹനം 14,60 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി ഇതിന് IMT വരുന്നുണ്ട്. ഇതിനകത്ത് 15,56 പ്രൈസ് വരുന്നത്. പക്ഷേ IMT അത്ര ആളുകൾ ഇപ്പോൾ എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് പ്രൈസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓട്ടോമാറ്റിക് IVT ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 16,15,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് സെൽറ്റോസിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 16-15 ശരിക്കും ഈ ഒരു വേരിയൻ്റാണ് ഓട്ടോമാറ്റിക്കിലെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ അഡീഷണലി വരുന്നുണ്ട്. ഇനി ഈ വേരിയൻറ്റിൻ്റെ ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 16,52 ഡീസൽ മാനുവലിലും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 18,07,000 രൂപയാണ്. അതായത് സെൽറ്റോസിൻ്റെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാങ്ങണമെങ്കിൽ നിങ്ങൾ മിനിമം സ്പെൻഡ് ചെയ്യേണ്ടത് 18,07,000 രൂപയാണ്. അപ്പോൾ ബേസ് വേരിയൻ്റായിട്ട് HTE വേരിയൻറ്റും നമ്മളുടെ HTE ഓപ്ഷണൽ വേരിയൻറ്റും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം 1,20,000 രൂപയുടെ അടുത്താണ്. ആ പ്രൈസിന് ഇത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വെർത്താണ്. ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഈ വേരിയൻ്റ് അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ വരുന്നില്ല. ഇനി തേർഡ് വേരിയൻ്റായിട്ട് HTK വേരിയൻറ്റും കൂടി നമ്മൾ പ്രൈസ് ഒന്ന് നോക്കാം. പെട്രോൾ മാനുവൽ 15,80,000 രൂപ. IVT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 17,34. ഡീസലാണെങ്കിൽ 17,71 മാനുവലിലും ഡീസൽ ഓട്ടോമാറ്റിക് 19,58,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ HTK ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് മാനുവലിന് 17,11 IVT ഓട്ടോമാറ്റിക് 18,96 നമുക്ക് 1.5 ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് അതാണ്. അതിനകത്ത് DCT ഓട്ടോമാറ്റിക്കിന് 19,93,000 രൂപ. അതായത് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ മിനിമം 20 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം. ഡീസലാണെങ്കിൽ മാനുവലിന് 19,34 ഡീസൽ ഓട്ടോമാറ്റിക് 20,91. അപ്പോൾ ഇതാണ് സെൽറ്റോസിൻ്റെ പ്രൈസ്. ഇനിയിപ്പോൾ ടോപ്പ് എൻഡിൻ്റെ പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ HTXൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 20,65 പെട്രോൾ ഓട്ടോമാറ്റിക്. DCT ആണെങ്കിൽ 21,63 ഡീസലാണെങ്കിൽ 22,61 പ്രൈസ് വരുന്നത്. ഇനി GTXലേക്ക് പോയി കഴിഞ്ഞാൽ DCT 25,67 നമുക്കതിനകത്ത് നോ അഡാസ് ഉള്ള ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അത് അഡാസ് ഇല്ലാത്ത ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 23,69 പ്രൈസ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ആണെങ്കിൽ അത് X ലൈൻ വേരിയൻ്റ് ആണ്. അതിന്
24,18,000 രൂപയാണ് വിത്തൗട്ട് അഡാസിനും. അഡാസ് ഉള്ളതിന് 24,43,000. അപ്പോൾ ഡീസൽ ടോപ്പ് എൻഡ് എടുക്കുന്നവർക്കൊക്കെ വിത്ത് അഡാസ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കിയ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കിയയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.